ഒരു ചൂടാ. കൊല്ലത്ത് കടലക്കറി മണം. എന്റെ ഉല്ലു, കൊല്ലത്ത് കടലാക്രമണം. നമ്മളെ ഭാഷനൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ കൊറേ എണ്ണം വരും. അല്ല, ഇതാര് രാമേന്ദ്രനാ? ആശാനെ എന്തുണ്ട്? ഇതെല്ലാടോ വിശേഷം? എപ്പോ വന്നത്? നല്ല വിശേഷം. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയായി വന്നിട്ട് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് ചെയ്യാൻ ആശാനെ കുറച്ച് തിരക്കിലായിപ്പോയി വന്നപാട്. നീനിപ്പോ തിരിച്ചു പോന്നത്? ഞാനിങ്ങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ ആശാനെ. ഇപ്പൊ തന്നെ ബോട്ടിക്ക് തിരിച്ചു പോവാ. സൗദാമിനി, രാമേന്ദ്രൻ വന്നിട്ടുണ്ട്. എന്താ വെള്ളം എടുത്താട്ടെ? ഓ, ഇതാര് രാമേന്ദ്രനാ? നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ കാര്യം. എന്നിട്ട് സുഖം തന്നെയല്ലേ? സുന്ദരന്റെ അടുത്ത് മക്കളെ രണ്ടാണ് ഇവിടെ പോയത്. മോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി നോക്കുന്നു. മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന്റെ കാര്യമൊന്നും പറയണ്ട രാമേന്ദ്ര. ഡിഗ്രി പാസ്സായിട്ടൊന്നുമില്ല. പിന്നീട് ജോലി കിട്ടേണ്ടത് അമ്മേന്റെ അല്ലേ മോൻ? ഇദ്ദേഹം പിന്നെ IAS കളക്ടറല്ലേ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആശാനെ. മകൻ ഇതിനിടയ്ക്ക് ഇതിനു മുന്നേ ജില്ലാതലത്തിൽ ഓട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്ന കേട്ടല്ലോ. ഓ, അത് നീ അറിഞ്ഞനാ? മോൻ മിടുക്കനാ. ആര്യ മോൻ. ആ, ആശാനും പണ്ടേ ഓട്ടത്തിൽ മുന്നിലായിരുന്നല്ലോ. ഓ, ഏത്? പണ്ട് നാട്ടുകാർ ഓടിച്ച കാര്യാ? ജോലിയൊക്കെ എന്തുണ്ട്? ജോലിയൊക്കെ സുഖം. രാമ, നീ ഇങ്ങനെ ഭാര്യനെയും മക്കളെയെല്ലാം ഇടിയിട്ടിട്ട് നമ്മളെ ദേവദത്തനെ പോലെ അങ്ങ് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്നാ കാര്യോ? ദേവദത്തൻ ഇതാരാശാനെ? ഓ, നിലാവുള്ള രാത്രിയിലെ ദേവദത്തനെ അറിയില്ല? മംഗളത്തിലെ കഥാപാത്ര. ഇതാ പറയുന്ന വായനാശീലമൊക്കെ വേണം. അതിന്റെ കുറവൊക്കെ ഞാൻ സഹിച്ചു. ആശാൻ ഈ പൈങ്കിളി വായനയൊന്നും ഇനിയും നിർത്തിയില്ലേ? എടാ മോനെ, നമ്മളിതിങ്ങനെ കഷ്ടപ്പെടുന്നത് ജീവിക്കാനല്ലേ? കുടുംബത്തിനെ ഈടെയാക്കി പോയിട്ട് നീ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്നാ കാര്യം? തിരിച്ചു വരുമ്പോ കുട്ടികൾക്ക് പോലും നിന്നെ മനസ്സിലാവൂല. കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ചൂട്. ഇവിടെ എത്ര പേര് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇല്ലിനെക്കൊണ്ട് തൃപ്തിപ്പെട്ട് പോയിക്കൂടെ? ആ, അതിരിക്കട്ടെ. നീയൊന്നും ഇങ്ങനെ ക്ഷീണം പിടിച്ചിന് എന്തൊരു അസുഖാരനുണ്ടാ? കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അല്ലാതെ ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലായികയില്ല. ഭക്ഷണശീലങ്ങളൊക്കെ എന്തെല്ലാന്ന്? എല്ലാരും പോലെ തന്നെ ചോറും കറിയൊക്കെ തന്നെ കുറക്കണം. ചോറൊക്കെ കുറക്കണം. അതുപോലെ തന്നെ പഞ്ചസാര തൊടാൻ പാടില്ല. കേട്ടിട്ടില്ലേ? വെളുത്ത വിഷങ്ങള്, പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, പഞ്ചസാര തൊടാനേ പാടില്ല. അതുപോലെ തന്നെ പാല് ചായയിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. രാമേന്ദ്ര, കൊറേ സമയം ചായ മതിയൊന്നും കഴിക്കും. ഇത് തീരെ മാതൃല്ലടി. ഈ ജിലേബിയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ ആശാനെ? വ്യായാമം ചെയ്യലില്ല. വ്യായാമം ചെയ്യണം. അത് നടക്കണം. നടക്കാണ് ഏറ്റവും നല്ലത്. നടക്കാൻ ഒരവസരവും പാഴാക്കാൻ പാടില്ല. കാരണം ചില ആളുകളുണ്ട് ഒരു പീടി പോണ്ടിക്കരി പിള്ളറേക്കും നടക്കാൻ മടിച്ചിട്ട്. അങ്ങനെ ആയിരിക്കാൻ പാടില്ല. മേലനങ്ങി പണിയെടുക്കണം. അങ്ങനെ ഇല്ലാത്തവരാണ് ഈ പിത്തത്തടിവതിന്റെ നടുവേദനയും മുട്ടുവേദനയെല്ലാം വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആശാൻ ഇടക്കാലത്തെങ്ങാനും ഹോസ്പിറ്റലായിരുന്നു. ശരിയാണോ? ചെറിയൊരു നടുവേദന. ഒരു പണിയും ചെയ്യാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും. പിന്നെ അങ്ങനെ ഈ നടുവേദനയെല്ലാം വരാണ്ട് നിക്കണ്ടത്. സൗദാമിനി, നീ അകത്തോട്. നീ ആവുന്ന കാര്യമാക്കണ്ട. മഴ ചോരിയും സുഗന്ധനല്ലേ?
അവൻ 500 തന്നെ വിളിക്കുമ്പോ ആശാനെന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അവര് വിളിക്കട്ടടോ. 500 എന്ന് പറഞ്ഞ ആരാ? ഗോഡ് ഫാദർ. ഫാദർ എന്ന് പറഞ്ഞാലോ അച്ഛൻ. അവരെന്നെ അച്ഛാന്ന് വിളിക്കുന്ന അനക്കുന്ന വിഷമുണ്ട്. ഈ പോയവൻ കിട്ടുന്ന പൈസ മുഴുവൻ കള്ളുപിടിച്ച് കടയാ. ഈ കള്ളുകൂടി കാരണം കേരളം തന്നെ ഇല്ലാണ്ടായി. നമ്മള് മലയാളികൾ എപ്പം കള്ളുകൂടി നിർത്തുന്നോ അന്ന് നമ്മുടെ നാട് നന്നാവും. നീ അറിയാം, വീടിയിൽ ഓരോരാളും ഷെയർ ഇട്ടിട്ട് കള്ളുകൂടിയാണ്. വീട്ടിൽ ചോറ് വെച്ചിട്ടേലും പ്രശ്നമില്ല. കാരണം എത്ര കുടുംബാന്നറിയാം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരിക്കട്ട് നീ വെള്ളമൊന്നും കുടിക്കയില്ലല്ല? വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ. രാമേന്ദ്ര, ഉപദേശിക്കുമെന്ന് വിചാരിക്കാൻ പാടില്ല. മദ്യം പരിപൂർണമായിട്ട് നിർത്തണം. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാനുള്ള ശേഷിയില്ല. നമ്മളെ കരട് നശിച്ചു പോകും. ലിവർ സിറോസിസിനെ പറ്റിയിട്ട് നിനക്കറിയാലോ. കുടുംബം തന്നെ നശിച്ചു. കാശാണെങ്കിൽ പോകുന്ന വഴി അറിയില്ല. കുടുംബത്തെ പറ്റി ഓർമ്മ വേണം. ആശാൻ പറയുന്നതൊക്കെ വളരെ ശരി. സൗദാമിനിയത്തിയുടെ ഭാഗ്യം ആശാനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടി. എന്താ ശാനെ ഇത്? അത് കുറച്ച് കുഴമ്പ് വാങ്ങിക്കാൻ ഏൽപ്പിച്ചതാ. അത് തേച്ച് കഴിഞ്ഞാൽ നടുവേദനക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ചന്ദ്ര, സുഖം തന്നെയല്ലേ? അങ്ങനെ പോകുന്നു. നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. എന്തായി ചന്ദ്ര നിന്റെ വീട്ടുപണിയല്ലോ? വീടുപണിയൊക്കെ അങ്ങനെ തൽക്കാലം നിമിത്തേ ഉണ്ട്. ഞാൻ എത്ര കാലമായി ഇവനോട് പറയുന്നു ഇവിടുന്ന് തേരാപ്പാര നടക്കാണ്ട് ഗൾഫിലോ മറ്റോ പോയി എന്തെങ്കിലും ജോലി നോക്കാൻ വേണ്ടിയിട്ട്. കുടുംബവും കുട്ടികളും ഉള്ളതല്ലേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്. ആരായി പാടുന്നത്? കുറെ നേരമായല്ലോ ഈ നട്ടുച്ച നേരം. അത് നമ്മുടെ ബാലകൃഷ്ണനാ. ഓന്റെ സ്കൂൾ ഗ്രൂപ്പിൽ പാട്ട് പരീക്ഷയാ പോലും. അത് പരീക്ഷ എന്നല്ല, അത് പാട്ട് മത്സരമാണ്. ബാലകൃഷ്ണനോ ഇപ്പൊ പാട്ട് പാടാനോ? ഈ എരുമരാഗത്തിൽ പാട്ട് പാടിയിട്ട് എവിടെ മത്സരത്തിൽ ജയിക്കാനാ? മത്സരം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനത്തെ മത്സരമൊന്നുമല്ല. പാട്ട് പാടിയാൽ പാടിയ ഗ്രൂപ്പിന് ഒരു 5 മാർക്ക് കിട്ടും. പക്ഷെ എന്താണ്, വല്ലകിയും അനുവല്ലകിയും വേണം. ഇവരെ പാട്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എപ്പോൾ പോയി ഇനി അടിയാന്ന് തോന്നുന്നു. ഞാനേ 5 മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമൊന്നല്ല പാടുന്നത്. ഒരു 10 ലൈക്ക് കിട്ടിയ എൻ്റെ രാമേന്ദ്ര, അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ കട്ടപ്പൻ മൂന്ന നെഗറ്റീവിനെക്കാട്ടി മാർക്ക് ലൈക്ക് എനിക്കാ കിട്ടി. അതൊക്കെ പോട്ടെ. അപ്പൊ നീ എപ്പോ ലാൻഡ് ചെയ്തേ? ഒരാഴ്ചയായി. പാല, നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അങ്ങനെ പോന്ന്. ഫുൾ ഡാർക്കാ. എങ്ങനെയുണ്ട് നിന്റെ മോളുടെ കാര്യം? മോള് പഠിക്കാൻ പഠിക്കാം, പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല. ഓള് ആരോഗ്യം അത്ര ഉഷാറില്ല, അതാ ഉദ്ദേശിച്ചത്. എന്നാ ഭാരതി, നിങ്ങളെ പാട്ടും ഒരു പാട്ട് മത്സരം. നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്, നീ ഒന്ന് വെച്ച് പോയിട്ടേക്ക്. അത് നമ്മളെ ഭാരതിയപ്പ, ഓള് നമ്മളെ ഗ്രൂപ്പ് ലീഡറാ. ഓളിങ്ങനെ നമ്മളെ പാട്ട് പാടാൻ നിർദ്ദേശിച്ചോണ്ടിരിക്കും. ബാല, നീ അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. നീ ലൈക്ക് കിട്ടുന്നത് ഹരോ മറ്റോ എന്നാണല്ലോ. ഇപ്പൊ എന്തിനാ നീ ലീഡറുടെ പെരടിക്കിട്ട് കീറുന്നത്? കേരളത്തിൽ കള്ളുകൂടി നിരോധിക്കണം. എന്നാൽ ഇവറ്റകളൊക്കെ പഠിക്കും ഓരോരോ ദുരന്തങ്ങൾ. ശരി, സമയം ഒരുപാടായി. ഞാൻ ഇറങ്ങട്ടെ. എന്നാലേ 1-2 സ്ഥലത്തും കൂടി പോവാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. എന്നാലേ ശരി രാമേന്ദ്ര, ശരി, വളരെ വളരെ സന്തോഷം. ശരി. എല്ലാരും ഇവിടെ പോയത്? എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ വെച്ച് മറന്ന പോലെ. ആശാൻ എവിടെയാ പോയത്? ആശാന്റെ വീട്ടിലുണ്ടോ? ആശാൻ പുറകിലുണ്ട്. അതിന്റെ കൂടി അങ്ങോട്ടേക്ക് പോയില്ല. എന്തെന്ന് രാമേന്ദ്രനാ? നാരും ഇതുപോലത്തെ ചെക്കനല്ലേ? ഇപ്പൊ നല്ല തടിയെല്ലാം വന്നിട്ട്
പാന്റ് സൂട്ടെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കീശയിലും കയ്യെല്ലാം ഇട്ടിട്ട് വരുമ്പോ അവന്റെ വിചാരി നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് ഈ പത്രാസും ഇതെല്ലാം. എത്ര രാമേന്ദ്ര, നീ എന്നാ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? നീ പോയിട്ടില്ല അല്ലേ?